ഹലോ ഗൈസ്. പറയടാ ബാക്കി പറയടാ. നല്ല വീട്. ഇന്റർവ്യൂ എടുക്കാനാണ് ഞാൻ കുറച്ച് നേരമായിട്ട് നോക്കുക. ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വിഷു എക്സ്ക്ലൂസീവ് വ്ളോഗാണ് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരു ദിവസത്തെ എമർജൻസി ലീവൊക്കെ പറഞ്ഞിട്ട് അഭിഷേക് വന്നിട്ടുണ്ട്, ഉണ്ണിയണ്ണനുണ്ട്, അനന്തവണ്ണനുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോവാം. അപ്പം അഭിഷേക്, അപ്പം ഈ കമൻറ്റിൽ നമ്മുടെ ഗോവ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്ളോഗും കൂടെ, ഫുൾ ലെങ്ത് വ്ളോഗും കൂടെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമുക്ക് പല ആൾക്കാരുടെ അവൈലബിലിറ്റി പ്രശ്നം കൊണ്ട് 2 പേരെ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് എമർജൻസി ലീവ് എടുപ്പിച്ചിട്ട് എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തിയത് അഭിഷേകിനെ അല്ലേ? അതെ 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 അതെ. ഒരു വിഷു ആശംസ പറ സബ്സ്ക്രൈബേഴ്സ്. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു. അഭിഷേകിനൊക്കെ ഭയങ്കര വലിയ ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒരു 120 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് 200ലേക്ക് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും? ഞാൻ തന്നെയല്ലേ പറയുന്നേ. അതാ, അപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും? വ്ളോഗിൽ ഏറ്റവും പുതിയ കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ വർഷം തന്നെ നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട്. ഒരു ഇന്ത്യ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, രാഹുലും അമൽ ഗോപിയൊക്കെ ആയിട്ട് ടീമായിട്ട്. പിന്നെ അതേപോലെ ഒരു ഈ വർഷം തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഇപ്പം നമ്മൾ അമ്പലത്തിലെത്തി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ഇനി അമ്പലത്തിൽ കാണാം. വീഡിയോ ഓണാക്കുമ്പോൾ പറയണേ, നിങ്ങൾ വീഡിയോ ഓണാക്കുമ്പോൾ പറയാതിരിക്കുന്നത് മനഃപൂർവ്വം കൊണ്ടിട്ട് കളിച്ചാൽ ഇതൊക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കോമൺ ടോക്സ് ആണ്. ഇതൊന്നും ആരും പറയാത്തൊന്നുമല്ല. അങ്ങനെ പറയാ മലയാളങ്ങള് ആരും ഇറങ്ങിയപ്പോ എല്ലാണോ ഷെയറും ചെയ്ത് പറഞ്ഞോണ്ട് വരുന്നത്. ഇപ്പൊ ആരും മിണ്ടുന്നുമില്ല, പറയുന്നുമില്ല, കേസുമില്ല. കേരളമൊക്കെ ഉണ്ട്, അത് ഞാൻ കേട്ടേ. എല്ലാം ഇറങ്ങുന്ന കുറെ നാളത്തേക്ക് മീഡിയ ഇങ്ങനെ പൊക്കിക്കൊണ്ട് കിടക്കും. അടുത്തൊരു പ്രശ്നം വരുമ്പോ മീഡിയ അത് താത്ത് വെച്ചിട്ട് അടുത്തത് മീഡിയ അത് താത്ത്. ശരിക്കും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പറയുമ്പോ ഇങ്ങനെ കൊട്ടി കൊടുക്കണം, അന്നെങ്കിലും അമ്മമാരൊന്നും മനസ്സിലാക്കിട്ട്. പിന്നെ അമ്മമാർക്ക് TRP റേറ്റിംഗ്. വാർത്ത വായിക്കുന്ന 24 വാർത്ത വായിക്കുന്ന പുള്ളിക്കാരി ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, എടാ ഇത് നടക്ക് കാര്യം പറയാൻ പറ്റുന്നില്ല. പറയടാ, അതിനും അവര് കാണത്തൊന്നുമില്ല ഇയാള് പറയുന്നത്. പിന്നെ ആരുടെയും പേരൊന്നും മെൻഷൻ എടാ അവര് ഇതുപോലെ പറഞ്ഞപ്പോ എനിക്ക് ഇവരെ പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ നേരെ നോക്കി ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വാർത്ത കാണുന്ന പരിപാടി പറയത്തില്ല. പിന്നെ ഇറങ്ങാൻ നേരത്താണ് ഞാൻ ഇവരെ കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി. അതിനെ പറയാനും പറ്റില്ല. ഇവരെന്തോ ഞാൻ പറഞ്ഞു ഒരു വാർത്തക്കാരത്തും എത്തിക്സ് ഇല്ല, എല്ലാരും കള്ളമാണ്, എല്ലാരും എല്ലാത്തിനും. അവരോട് ഞാൻ പറഞ്ഞു എല്ലാരും എല്ലാത്തിനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത്. അത് ശരിയാണ്, ഒരു ഇത്ര ശതമാനം. നമ്മുടെ ശ്രീകണ്ഠൻ നായർ എന്തുവാ, താളവടിയൊക്കെ താളവടി തന്നെ. കാര്യം പറയുമ്പോ അയാളും മുക്കാനുള്ളത് മുക്കും. അത് അവരോട് അത്ര പറഞ്ഞില്ല, അത്ര അത് ഞാൻ അവരോട് പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു മൊത്തത്തിൽ ഒരു വാർത്തക്കാരോട് ഇപ്പൊ ആർക്കും വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് പറഞ്ഞവർ. ഇപ്പൊ എന്തൊക്കെയാണ് അവർക്ക് ഒരു ടീമിന് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യണം തോന്നുന്നതാണ്. അവര് മറ്റേ ബിഗ് TV തുടങ്ങിയിരിക്കുന്നത് ഇയാളുടെ ശ്രീകണ്ഠൻ നായർ കൂടെ നിന്ന് ഒരാളാണ്. അപ്പൊ അവര് പറഞ്ഞ അയാൾക്കടേതായ കുറെ കഴിവുകളുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ശ്രീകണ്ഠൻ നായർക്ക് പുള്ളിയുടെ ഐഡിയ ഇയാളുടെ പരിപാടിയും കൂടെ ആകുമ്പോഴാണ് ഇത് മിക്സ് ആവുന്നത്, മനസ്സിലായില്ലേ? നിന്റെ ഐഡിയ കൊണ്ട് മാത്രം സെറ്റ് ആവത്തില്ല. അതല്ല ഐഡിയയുടെ അല്ല സംഭവം എന്ന് അറിയോ. ഇപ്പൊ നമുക്ക് സ്വന്തമായി ഇപ്പൊ ഒരാൾക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാൽ പോലും ഈ പല ചുറ്റും നിൽക്കുന്ന പലതും അങ്ങനെ പറ്റണമെന്നില്ല. ഫണ്ടിങ് ആണ്, ചില പാർട്ടിക്കാർ ഫണ്ട് ചെയ്യുന്ന ചില ഇത് കാണും, ചിലപ്പോൾ ചില നേതാക്കന്മാർ ഫണ്ട് ചെയ്യുന്നവർ കാണും, ചിലപ്പോൾ ചില ആൾക്കാർ ഈ പറയുന്നവർ ചിലപ്പം പാർട്ടിയെ തന്നെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ തന്നെ എതിർത്ത് സംസാരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണും. അതൊക്കെ നമുക്ക് ആ ഫീൽഡായിട്ട് നിന്നാലേ നമുക്ക് അത് അറിയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞേ, 2 കോണയും കൂടെ അടിക്കല്ലേ, അത് മനസ്സിലായോ? അതും പറയല്ലേ ഇതും പറയരുത്. ഞങ്ങളങ്ങ് സത്യസന്ധരും, ഞങ്ങളങ്ങ് അത് പറയരുത്. ഞങ്ങളങ്ങ് ഭയങ്കര സംഭവങ്ങളാണ്. നമ്മള് കള്ളനാണെങ്കിൽ അതേ മൈൻഡ് സെറ്റിലേ പോകാവൂ. അല്ല നമ്മള് മറ്റേനെ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾ സൂപ്പറാന്ന് പറയരുത്.
അത് കറക്റ്റ് പറയുന്നത് മറ്റേ ഇല്ല പടത്തിനകത്ത് ഇവനാ ധർമ്മജന കുഞ്ചാഗോന്റെ ഒരു പടം ഉണ്ടല്ലോടാ, ആമ്പല് കൂടെ വേണ്ടാന്നോ ഒരു കാര്യം ഉണ്ടല്ലോ. അല്ല ഡയലോഗാ കുട്ടനാട് വയനാട്ടുള്ള അവന്റെ ഡയലോഗാണ്. എന്താ മറ്റേ ഫ്ലവേഴ്സ് വർക്ക് ചെയ്ത അവരുടെ പേര് സുജയ്യ പറഞ്ഞ അവര് മറ്റേ റിപ്പോർട്ടറിനകത്ത് റിപ്പോർട്ടറാണ്. അവരെല്ലാരും ഇടയ്ക്ക് മറ്റേ പൊങ്കാലിക്ക് മേക്കപ്പ് അതെല്ലാരും അങ്ങനെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ. ഓരോരുത്തർക്ക് എന്തൊക്കെ എന്റർടൈൻമെന്റ് അങ്ങനൊന്നും ആരെയും ഇത് ചെയ്യില്ല, അതൊക്കെ മോശമാണ്. അല്ല അത് അവരെന്തോ ട്രോള് വന്ന പറഞ്ഞത് അങ്ങനെ ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. അതിപ്പോ ഓരോരുത്തർക്ക് ഈ പറയുന്ന എല്ലാരും അങ്ങ് ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളും എല്ലാരും മേക്കപ്പ് ഇട്ടാ നിൽക്കുന്നത്. ഉറക്കെ പറ നിന്റെ അഭിപ്രായങ്ങളൊക്കെ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓൺലൈൻ മീഡിയസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എല്ലാവരുടെയും പ്രൈവസിയിലോട്ട് ക്യാമറയും പിടിച്ചോണ്ട് വലിഞ്ഞു കയറുന്നത്. ഞാൻ നിന്റെ ബ്ലോഗിന്റെ കാര്യമല്ല പറയണേ, ഞാൻ ഓൺലൈൻ ലിറ്ററലി ഓൺലൈൻ മീഡിയസിനെ അത് നമ്മുടെ പേഴ്സണൽ ബ്ലോഗ്, അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും നിൽക്കുമ്പോ സംഭവം സെലിബ്രിറ്റി സാധാരണക്കാരെ തന്നെയല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി അതാ പറഞ്ഞ. അപ്പം നമ്മൾ ഇടിച്ചേറി സത്യം പറഞ്ഞത് അവർക്കൊരു പ്രൊമോഷൻ ഒക്കെ തന്നെ ആണ്. പക്ഷെ എല്ലാരും ഒരേ ടൈപ്പ് ആൾക്കാരാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഒരു മറ്റേ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മീഡിയ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതല്ലാതെ ചുമ്മാ ഒരു ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് കണ്ടവന്മാരുടെ പ്രൈവസിയിലോട്ട് ലിറ്ററലി പാപ്പരാസികൾ എന്ന് വേണം പറയാൻ. അപ്പൊ ആ ഒരു പരിപാടി ഇപ്പൊ പല ആൾക്കാരും നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഈ ഷറഫുനെ പോലുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തിരിച്ചു പറയുന്നുണ്ട്. ഫണ്ണായിട്ടാണ് പറയുന്നത്, ഫണ്ണായിട്ട് പറയുന്നത്, അല്ല സീരിയസ് ആയിട്ട്. ഇത് കാര്യം എന്താ പറയാ, ഒരു എന്താ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇപ്പൊ ഒരു തരത്തിൽ പറഞ്ഞ ഇപ്പൊ മറ്റേതാ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന രീതി തന്നെ. കാര്യം ഈ സോഷ്യൽ മീഡിയ ഇവരെ പോലുള്ള ചാനലുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ സിനിമയ്ക്ക് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. അതാണ് ശരിക്കും അവരെ അങ്ങനെ ഞാൻ പറയുന്നത് അവരെ അങ്ങനെ വെറുപ്പിക്കാൻ പറ്റത്തില്ല ഇവർക്ക്. ഇപ്പൊ ഇവൻ പറഞ്ഞില്ല, തമാശയായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവര് വഴി ഇവർക്ക് കുറെ റീച്ച് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. രണ്ടു വശമുണ്ട്. അപ്പൊ ഷറഫ് ഒരു തമാശക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പിണക്കി വിടണ്ടെന്നുള്ള രീതിയിലാ. ധ്യാനോ നമുക്ക് മനസ്സിലാവും, നമുക്ക് കാണുന്ന ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. എനിക്ക് ഹൈർ എന്ന് പറഞ്ഞൊരുത്തുണ്ടല്ലോ, അയാളെനിക്ക് കണ്ണെടുത്താ കണ്ടു. അയാള് പക്ഷേ റിപ്പോർട്ടർ ഡീസന്റ് ആയവൻ. അവന്റെ കോണച്ച ചോദ്യം കേട്ടാണ്ടല്ലോ ഞാൻ എങ്ങനെ കട്ട് ചെയ്യൂടെ. അഭിനയിച്ചോട്ടെ, അയാളെ കോണ ഇരിക്കാൻ തോന്നുന്നു. അവനൊക്കെ വിചാരിക്കുന്നത് ഇവനൊക്കെ എന്തോ ഗുണാപ്പന്മാരാണ്. നേരെ അതുപോലെ ഈ ഇന്റർവ്യൂ, ഇവർ എന്തോ ഇന്റർവ്യൂ നടത്തുന്നത് സിനിമയുടെ, അവനല്ല ആരായാലും സിനിമയുടെ ഒരു ചോദ്യവും ഇല്ല. നിങ്ങൾക്ക് പ്രേമിച്ചിട്ടുണ്ടോ, നിങ്ങളെ സിനിമയുടെ പ്രൊമോഷൻ കൂടുതൽ സിനിമയെ പറ്റി ചോദിക്കുക. അല്ലാത്ത സിനിമ എന്താ ആൾക്കാർ സിനിമ കാണാൻ വരാൻ വേണ്ടി പ്രേരിപ്പിക്കും. അത് കുറെ നാളുകൾക്ക് മുമ്പ് മറ്റേ ഷൈൻ ടോം ചാക്കോ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ നിങ്ങള് കുടിച്ച വെള്ളത്തിലെ എത്രാമത്തെ ഇതിലാണ്. പക്ഷേ ഇവരാരും നോക്കുന്ന കാര്യമൊന്നുമില്ല. അവർക്ക് റീച്ച് കിട്ടുക, അവർക്ക് പൈസ ഉണ്ടാക്കാന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. എന്താ പറയാ, നമ്മള് അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇടരുത്. ഞാൻ അങ്ങനെ ഒന്നും ഇടാം. അതുപോലെ ഇവിടുത്തെ ഇരട്ടത്താപ്പുള്ള നയമുള്ള ഏറ്റവും വലിയ കള്ളന്മാരാണ് ആർട്ടിഒമാര്. കാശ് മേടിക്കുകയും ചെയ്യും, കാശ് മേടിച്ചിട്ട് താളം അടിക്കുന്ന ഞങ്ങൾ ഭയങ്കര സത്യസന്ധന്മാരും ഞങ്ങള് നിയമം പാലിക്കുന്നവരുമാണ്. അതുപോലെ ഇനിയിപ്പോ കഴിയുമ്പോ ഇലക്ഷന്മാര് വന്നു കഴിഞ്ഞാൽ എന്തായാലും നടക്കാൻ പോകുന്നില്ലേ, അവന്മാര് ചുമ്മാ പറയുന്നത്. ഇപ്പൊ നമ്മള് അമ്പലത്തിലേക്ക് എത്താറായി. നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ഇതൊരു നല്ല ദിവസം വന്നതുകൊണ്ട് ഇതാണ് അമ്പലപ്പുഴ അമ്പലം. നല്ല ദിവസം വന്നത്. ഇപ്പം അമ്പലത്തിന്റെ പുറത്ത് നടപ്പന്തലിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്ലാൻ ചെയ്ത മുതല് അവിടെ ഫ്രണ്ടില് ചെറിയ കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് അമ്പലം നമ്മളൊന്ന് കറങ്ങി കുറച്ചുകൂടെ വിഷ്വൽസ് കാര്യങ്ങൾ കാണിക്കാം.
ഇതാണ് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ മെയിൻ ഗോപുരം. ഇത് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ചിറ. ഇനി നമുക്ക് തൊഴാൻ പോകേണ്ട ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ക്യൂ എല്ലാം നമുക്കിങ്ങനെ കയറിയിട്ട് വേണം അമ്പലത്തിൽ നമുക്ക് കയറാൻ. ഇവിടാണ് അമ്പലം. അപ്പോൾ എന്തായാലും ആ അമ്പലത്തിനകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ അൽറാസിയിൽ മന്തി കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അഭിഷേക് അങ്ങനെ നമുക്ക് മന്തി വന്നു. ഉണ്ണി എവിടെ പോയതാ? കൈ കഴുകാൻ. ഓക്കെ, അങ്ങനെ മന്തി ഫിനിഷ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ അനന്തവണ്ണം മാറിയിട്ട് അനുകൃഷ്ണൻ സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അത് കുഴപ്പമില്ല. ആകെ കുറച്ചുകൂടെ മുമ്പോട്ട് പെതുക്കെ കുറച്ചുകൂടെ. അതായത് ഈ ബോർഡർ ലൈൻ നമ്പർ പ്ലേറ്റിന്റെ താഴെ അതാ ഒരു കണക്ക്. അപ്പൊ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് കാണുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് നമ്മള് മന്തിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ഇനിയിപ്പം കഴിഞ്ഞ കുറച്ച് വീഡിയോസ് അപ്പം കഴിഞ്ഞ കുറച്ച് വീഡിയോസ് അത്യാവശ്യം നല്ല, ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ അത്യാവശ്യം നല്ല പോലെ വ്യൂസ് പോയി. ഞാനിപ്പോൾ നോർമലി ഞാൻ വിചാരിക്കുന്നത് ഒരു 100-200 വ്യൂസ് ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന് അപ്പുറം കഴിഞ്ഞ വീഡിയോസിന് കുറച്ചുകൂടെ ഒരു 600-700 വ്യൂസ് വരെയൊക്കെ ആ വീഡിയോസ് എത്തി. അതിൽ വളരെയധികം സന്തോഷം. അപ്പം അതിന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, അത് കണ്ട എല്ലാവർക്കും. അത് ബ്രേക്കാ, പെതുക്കെ ചവിട്ടിയാ മതി, ഒന്നും സംഭവിക്കത്തില്ല. അപ്പം എല്ലാവർക്കും അതിന് നന്ദി. പഠിക്കണ്ടേ, അറിയത്തില്ലെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം വിദ്യ ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യും. വിദ്യ ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യ ചേച്ചിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു. ഇപ്പൊ റീചാർജ് ചെയ്യണില്ലല്ലേ? വിളിച്ച് ഒരു വട്ടം പറയുകയും ചെയ്തില്ലേ റീചാർജ് ചെയ്യണം. പിന്നെ ഇനി അത് മുതലെടുക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ പകുതി ഷെയർ ഇടാന്ന് പറഞ്ഞു. പക്ഷേ ഈ മാസം എന്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചാൻ പോയില്ല. ഷെയർ ചെയ്യുന്നില്ല. എന്റെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഒരാളെ കളഞ്ഞിട്ട് ഷെയർ ചെയ്യാൻ ഒരാളെ തരാം. എനിക്ക് മറ്റേ അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങിപ്പോയ പിന്നെ റീചാർജ് ചെയ്യും. ഫസ്റ്റ് സീസൺ സൂപ്പറാ. ഫസ്റ്റ് 1-2 ബ്ലഡ് ഹൗൺസ് എന്ന് പറഞ്ഞ കൊറിയൻ സീരീസ് ഉണ്ട്. ഫസ്റ്റ് 2-3 എപ്പിസോഡ് ലാഗാ. സെക്കൻഡ് കണ്ടവന്മാര് പറയുന്നതായിട്ട് സ്റ്റോറി ഒന്നും വലുതായിട്ടില്ല, പക്ഷെ നല്ല ആക്ഷൻ എന്ന് പറയുന്നത്. നല്ല ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു ഇത്. അപ്പോ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ കണ്ടന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് അത്യാവശ്യം കുറച്ച് പേര് എനിക്ക് പേഴ്സണലി വന്ന് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരത്ത് എവിടെ, യദു എവിടെ, അവരെ വെച്ചിട്ട് എന്താ വ്ളോഗ് വരാത്ത, അവരെന്താണ് വ്ളോഗിൽ വരാത്ത എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് കമന്റിലും കൂടെ പറയണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യം ഇപ്പം അവരുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ കമന്റിൽ എന്ത് ചെയ്യുക, അവർ വരണം അല്ലെങ്കിൽ വ്ളോഗിൽ വരണം എന്നുള്ളത് അവരെ അറിയിക്കുക. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവരും കൂടെ അറിഞ്ഞാൽ അവരും കൂടെ എന്ത് ചെയ്യും, വ്ളോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ ശരത്തിനെയും യദുവിനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് പ്ലാനിലുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും, അതുപോലെ പിള്ള എല്ലാവരുടെയും ഫാൻസ് എന്ത് ചെയ്യുക. പിന്നെ അമൽ ഗോപി മാത്രം, ഈ പലരുടെ അവൈലബിലിറ്റിയുടെ പ്രശ്നം നമുക്ക് പല രീതിയിൽ ഉണ്ട്. എല്ലാവരും പല വഴിക്കാണ്. ഇപ്പോൾ രാഹുൽ കണ്ണൂര്, ശരത്തിൻ്റെതായ ജോലി തിരക്കുകളുണ്ട്. പിന്നെ നമ്മുടെ ഗോവ ടീമിന് അവർക്ക് അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും പല വഴിക്കാണ്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ 2 പേരെ അവർക്ക് നിന്ന് തിരിയാൻ തിരക്കില്ല. അഭിഷേകൊക്കെ വ്ളോഗിൽ വരാനേ സമയമില്ലാത്ത, ഒരു വ്ളോഗ് എടുക്കാൻ വിളിച്ചാൽ പോലും വരാൻ സമയമില്ലാത്ത രീതിയിൽ തിരക്കും കാര്യങ്ങളുള്ള, ഇന്ന് എമർജൻസി ലീവ് എടുത്ത് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് വന്ന എറണാകുളത്തുനിന്ന്. അപ്പം പിന്നെ സന്ദീപ് അണ്ണൻ, അങ്ങനെ പലരും, അക്ഷയ്,
അപ്പോൾ എല്ലാവരുടെയും അവൈലബിലിറ്റി കുറവ് നമുക്കുണ്ട്. അപ്പം കിട്ടുന്നവരെ വെച്ചിട്ടൊക്കെ നമ്മൾ വ്ളോഗ് ആയിട്ട് മുമ്പോട്ട് വരുന്നതായിരിക്കും. അപ്പം ഫാൻസ് എല്ലാവരും കമൻറ്റിൽ തന്നെ അറിയിക്കണം. അതാത് ആൾക്കാർ എവിടെ, അവരെവിടെ. ഇപ്പം അഭിഷേക് എവിടെ? കഴിഞ്ഞ ദിവസം അഭിഷേകിൻ്റെ ഒരു ഫാൻ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, അഭിഷേക് അണ്ണൻ എന്താ ഇപ്പം, കേട്ടോ, അഭിഷേക് അണ്ണൻ എന്താ ഇപ്പൊ വ്ളോഗിൽ വരാത്തതെന്ന്. അഭിഷേക് അണ്ണൻ മന്തി അടിച്ച് മാണ്ട് ഉറക്കത്തിന്റെ ബാക്കിലോട്ട് ഒന്നുകൂടെ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.